ഹായ് ഫ്രണ്ട്സ്, മോംസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനായിട്ട് വേണ്ടത് ക്യാരറ്റ് ആയാലും കുഴപ്പമില്ല, ബീട്രൂട്ട് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബീട്രൂട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം നമുക്കൊന്ന് മാറ്റി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല. അതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി എന്തെന്ന് വെച്ചാൽ അത് കയ്യിലുള്ള, ഞാനിപ്പോൾ ആശീർവാദ് ആട്ടയുടെ പൊടിയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ബീട്രൂട്ടിൻ്റെ പേസ്റ്റില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഒട്ടും തരിയില്ലാതെ അടിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ആദ്യം ഒന്ന് കുഴയ്ക്കുക. ആദ്യം ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്. അപ്പോൾ കുഴച്ച് നോക്കിയതിന് ശേഷം കുറേശ്ശെ നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ജാറെല്ലാം കഴുകി ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നല്ലപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ചെറിയ രീതിയിൽ ഇച്ചിരി ഒന്ന് വെളിച്ചെണ്ണ, ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് തേച്ചതിന് ശേഷം നമുക്കിതുപോലെ കൈയുടെ വെള്ളയിൽ വെച്ച് ഒന്ന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അത് എത്രയൊക്കെ വലിപ്പം വേണമെന്നുള്ള അവരവരുടെ ഇഷ്ടത്തിന്. ചെറുതായിരിക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിനകത്ത് ഞാൻ ആവി കയറ്റുന്ന തട്ടില്ലേ അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉരുളകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റൗ കത്തിച്ച് നമുക്കിനി ഇതൊന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ അത് നമ്മുടെ കളറൊക്കെ ഞാൻ വെച്ചപ്പോൾ ഉള്ള കളർ നിങ്ങൾ കണ്ടല്ലോ. കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. 2 ടീസ്പൂണ് വെളിച്ചെണ്ണ. നെയ്യ് ഉണ്ടെങ്കിൽ നല്ലത്. എൻ്റെ നെയ്യ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. നെയ്യ് ഉള്ളവർ നെയ്യ് തന്നെ ചേർക്കുക. അതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചു. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 4-5 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്താ പറയാനാ അരി ആഹാരം കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് ഈ വണ്ണം വേണ്ടാന്നുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. അതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയേക്കാൾ അതാ ടേസ്റ്റ്. അതുകൊണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരുപാട് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകേണ്ട ഉള്ളി. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു 1.5 കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ സ്പൂൺ അളവൊന്നുമല്ല, ഞാൻ കൈ കൊണ്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കൊരു അളവുണ്ടല്ലോ സ്ഥിരം ചെയ്യുന്നവർക്ക്. അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങ ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതാക്കിയതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ഗോതമ്പ് ഉരുണ്ട ഇല്ലേ അതും കൂടെ നമുക്ക് ആ കൊളക്കട്ട ചെറിയ ബോളാക്കി വെച്ചിട്ടില്ലേ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ഉള്ളിയും അതുപോലെ ഈ എന്താ പറയുക കരിവേപ്പിലയും നമ്മുടെ തേങ്ങാപ്പീരയും എല്ലാ സ്ഥലത്തും വരണം. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ബായ്.